നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ നീണ്ട നാളത്തെ മൗനത്തിന് ശേഷം ഇപ്പോൾ എന്താണ് മലയാള സിനിമാ ചലച്ചിത്ര ലോകത്ത് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് നടൻ മമ്മൂട്ടി. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ലെന്നാണ് നടന്റെ പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് മലയാള സിനിമാ മേഖലയിൽ ഉയർന്നത്. ഇതിനിടെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണം. വളരെ വൈകിയാണ് പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസമാണ് നടൻ മോഹൻലാൽ പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലാണ്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ, ശിക്ഷാവിധികളെല്ലാം തന്നെ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നടന്റെ പ്രതികരണം, അല്ലാതെ മറ്റൊരു മാധ്യമങ്ങൾക്ക് മുൻപിലോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുൻപിലായിരുന്നു എന്താണ് തങ്ങളുടെ നിലപാട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയത്. ഇപ്പോൾ മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം. അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി. അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത്. സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ. സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട്. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും. ഈ രംഗത്ത് അനഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ടിന്മേൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത്. ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ, ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല, അങ്ങനെ ഒന്നിനെ നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്ന് മാത്രമാണ് നടൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആരെയും കുറിച്ച് പരാമർശിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം എതിരഭിപ്രായമോ ഒന്നും പറയാതെ തന്നെ അവിടെയും ഇവിടെയും തൊടാതെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇത്രയും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സഹപ്രവർത്തകർക്കെതിരെ പോലും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ വൈകി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തോട് അധികം ആളുകളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. വളരെ കുറച്ച് നടന്മാർ മാത്രമാണ് ഇതിനെക്കുറിച്ച് പരസ്യമായ പ്രതികരണം നടത്താൻ തയ്യാറായിരിക്കുന്നത്. പൃഥ്വിരാജും അതുപോലെ തന്നെ ടൊവിനോ തോമസ് അടക്കമുള്ളവരെല്ലാം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നടൻ മോഹൻലാലും പ്രതികരിച്ചത്. പക്ഷേ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. ചിലരെല്ലാം തന്നെ വിമർശിച്ചുകൊണ്ടും എന്നാൽ ചിലർ ഇതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ടാണ് കമന്റുകൾ വരുന്നത്. ചില കമന്റുകൾ ഞാനിവിടെ വായിക്കാം. മമ്മൂക്ക, നിങ്ങൾ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു മുതിർന്ന കാരണവരാണ്. അപ്പോൾ നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമായി ആരുടെയും മുഖം സംരക്ഷിക്കാതെ പറയണം. അല്ലാതെ ഇത്രയും ദിവസം മൗനം പാലിച്ചതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് എന്താ കാര്യം മമ്മൂക്ക എന്നാണ്. മലയാളികളില്ലെങ്കിൽ മലയാള സിനിമയും ഇല്ല, മലയാള സിനിമ ഇൻഡസ്ട്രിയും ഇല്ല. ഇതാണ് യഥാർത്ഥ സത്യം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഈ കാരുണ്യ പ്രവർത്തനം പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കേണ്ട. കുറ്റം ചെയ്തവരുടെ പേരുകൾ പുറത്തു പറയാൻ അമ്മ സംഘടന തയ്യാറാകണം. അവരെ സിനിമയിൽ നിന്ന് ഒറ്റപ്പെടുത്തുക തന്നെ വേണം. എങ്കിൽ മാത്രമേ സിനിമ എന്ന വ്യവസായം രക്ഷപ്പെടുകയുള്ളൂ. ജനങ്ങളാണ് നിങ്ങളുടെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയത്, അത് ഓർമ്മ വേണം എന്നാണ് മറ്റൊരു കമന്റ്. വൈകി വന്ന അഭിപ്രായത്തോട് ഒരു വിയോജിപ്പുണ്ട്. ഒരംഗമാണെങ്കിലും പ്രതികരിക്കേണ്ടത് വൈകിപ്പോയി എന്ന അഭിപ്രായക്കാരനാണ്. എന്നിരുന്നാലും ഇപ്പോഴെങ്കിലും പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. സംഘടനയ്ക്ക് ഒരു വിഷയം വരുമ്പോൾ എല്ലാ ഭാരവാഹികളും ഒന്നടങ്കം രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നത് അഭികാമ്യമാണോ? ചങ്കുറപ്പുള്ള പ്രശ്നങ്ങളും സധൈര്യം നേരിടുന്ന പുതിയ നേതൃത്വം മലയാള സിനിമയെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു കമന്റ്. ഏതായാലും കഴിഞ്ഞ ദിവസം മോഹൻലാൽ നടത്തിയ നിലപാടുകൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ എതിരഭിപ്രായങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇപ്പോൾ വളരെ ചുരുങ്ങിയ വരികളിലൂടെയാണ് നടൻ മമ്മൂട്ടി തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുവരുന്നത്.